കേൾക്കാതെ തന്നെ തരുന്ന അമ്മ മാതാവായി വസിക്കുന്ന അമ്മയുടെ ദേവാലയം മനുഷ്യരാശിക്ക് തന്നെ കിട്ടിയ വിശുദ്ധ പേടകമാണ്. കൃപ നിറഞ്ഞ ഒരു മാലാഖയെ പോലെ ഉദിച്ചു നിൽക്കുന്ന അമ്മയുടെ വിഗ്രഹം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വിഷമങ്ങളെ തീർക്കുന്ന ആത്മീയ രാഗത്തെ മീട്ടിക്കൊണ്ടിരിക്കുന്നു. പോർച്ചുഗൽ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പള്ളിമണി ദേവാലയത്തിന്റെ മുൻവശത്തെ ഗോപുരത്തിന്റെ മുകളിൽ നിശ്ചയിച്ച് ദേവ അമ്മയുടെ പ്രശസ്തിയെ എല്ലാ ദിശകളിലും പ്രഖ്യാപിക്കുന്നു. അന്ന് പോർച്ചുഗീസിയ നാവികൾ പുതിയ നിയമങ്ങളിലുള്ള സംഭവങ്ങളെ ചിത്രീകരിച്ച സെറാമിക് ടൈൽസുകളെ ഡച്ച് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് അമ്മയുടെ തിരുപ്പീഠത്തെ അലങ്കരിച്ചു. അവ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ സാക്ഷ്യങ്ങളായി കാണപ്പെടുന്നു. അമ്മ എഴുന്നള്ളുന്ന തിരുപ്പീഠത്തിന്റെ മുൻവശത്ത് കാനായിലെ വിവാഹത്തിൽ യേശുവിന്റെ ആദ്യ അത്ഭുതം അരങ്ങേറുവാൻ അമ്മയുടെ ശുപാർശ കാഴ്ചകൾ, ഉണ്ണി യേശുവിനെ സിമിയോന്റെ കൈകളിൽ കാണിക്കയായി വഴങ്ങുന്ന കാഴ്ചകൾ, യേശുവിന്റെ ഉയിർത്തെഴുന്നേറ്റത്തിന് ശേഷം ശിഷ്യന്മാർ വിശുദ്ധ ആത്മാവിനെ നേടിയ കാഴ്ചകൾ, പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടമണിഞ്ഞ കാഴ്ചകൾ എന്ന് അമ്മയുടെ 4 മുഖ്യ സംഭവങ്ങൾ ചിത്രങ്ങളായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ പോകെ തീർത്ഥാടകരുടെ എണ്ണം കൂടി വരുന്ന കാരണത്താൽ എപ്പോഴും അവർ പ്രാർത്ഥിക്കുവാനും വഴിപാട് നൽകുവാനും തുടർന്ന് തിരക്ക് ഉള്ളതിനാൽ ദേവാലയത്തിൽ സ്ഥലക്ഷാമം ഉണ്ടാവുന്നതിനാലും ദേവാലയത്തിന്റെ പിൻവശത്ത് ചേരുന്ന രീതിയിൽ ഒരു ദേവാലയം കൂടി കെട്ടേണ്ടി വന്നു. പിൻവശത്തെ ദേവാലയം ഫ്രാൻസ് നാട്ടിലുള്ള പരിശുദ്ധ അമ്മയുടെ ലൂർദ് ദേവാലയത്തെ പോലെ 1-ാം നിലയും താഴത്തെ നിലയും കൊണ്ട് മുൻ ദേവാലയത്തെ ചേർത്ത് പണിഞ്ഞ് 1974 വർഷം വെഞ്ചരിക്കപ്പെട്ടു. അധികം കുർബാനകളും പ്രാർത്ഥനകളും പിൻവശത്തെ ദേവാലയത്തിലാണ് നടക്കുന്നത്. ഇതാ ദേവാലയത്തിന്റെ 1-ാം നിലയുടെ അഴക് നിറഞ്ഞ രൂപം. ഇതാ ദേവാലയത്തിന്റെ താഴത്തെ നിലയുടെ സൗന്ദര്യ രൂപം. ഈ പോയ 2020 വർഷത്തിലാണ് പിൻവശത്തിന്റെ 2 തലങ്ങളിലുമുള്ള ദേവാലയത്തിന്റെ അകത്തളങ്ങൾ പുതിയതായി പണിഞ്ഞത്. പല സംസ്ഥാനത്തു നിന്നും വരുന്ന ജനങ്ങൾ കുർബാന കാണുവാനും പിൻവശത്തെ 1-ാം നില പള്ളികളിലും താഴത്തെ നിലയിലുള്ള പള്ളികളിലും തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, തെലുഗു, കന്നഡം, ഹിന്ദി, മറാത്തി കൂടാതെ കൊങ്കണി എന്ന വിവിധ ഭാഷകളിൽ നിശ്ചയിച്ച
നിശ്ചയിച്ച സമയപ്രകാരം കുർബാന നടക്കുന്നു. അമ്മയുടെ ദേവാലയത്തിൻ തിരുപീഠത്തിന്റെ മുന്നിൽ വെച്ച് നടക്കുന്ന കുർബാനയ്ക്ക് ദിവസവും രാവിലെ 6 മണിക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റാതെ മനസ്സ് വിതുമ്പുന്ന ലക്ഷക്കണക്കായ അമ്മയുടെ വിശ്വാസികൾക്ക് ഒരു വലിയ വരപ്രസാദമായും സമാധാനമായും ഇരിക്കുന്നത് ജയ പ്ലസ് TV വഴിയെ നടക്കുന്ന ലൈവ് ടെലികാസ്റ്റ്. ഇതുകൊണ്ട് ദേവാലയത്തിലേക്ക് വരാൻ പറ്റാത്തവർക്കും പ്രായം കൂടിയവർക്കും രോഗബാധ്യതകളാൽ അവധിപ്പെടുന്നവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് കുർബാന കാണുവാൻ ഭാഗ്യമുണ്ട്. ഈ കുർബാനയുടെ സംപ്രേഷണത്തിന് സംപ്രദമായ ഭക്തജനങ്ങൾ അവരുടെ കുടുംബത്തിന്റെ പേരിലും സ്ഥാപനത്തിന്റെ പേരിലും ചെലവിനെ ഏറ്റെടുക്കുന്നു. ഇന്ത്യ തിരുസഭയുടെ ചരിത്രത്തിൽ എല്ലാ വർഷവും കോടിക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ചരിത്ര ദേവാലയം വേളാങ്കണ്ണി മാത്രമാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ ലൂർഡ്സ് എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 8-ാം തീയതി ആഘോഷിക്കുന്ന വാർഷിക ഉത്സവം ഒരു മഹാസംഭവമാണ്. നീണ്ട പാരമ്പര്യം നിറഞ്ഞ ഈ വാർഷിക ഉത്സവം എല്ലാ ഓഗസ്റ്റ് 29-ാം തീയതി തഞ്ചാവൂർ രൂപതയുടെ ബിഷപ്പ് കൊടിയേറ്റി തുടങ്ങി വെക്കുന്നു. மக்களை வருக வருகவென அழைக்குதம்மா. ஞாலத்தை படைத்த தேவனின் தாயே உன் திருக்கொடி வானில் பறக்குதம்மா. ஞாலத்தை படைத்த தேவனின் தாயே உன் திருக்கொடி வானில் பறக்குதம்மா. അതിനുശേഷം 9 ദിവസങ്ങൾക്ക് നൊവേന അനുസരിക്കപ്പെടുന്നു. നൊവേന ദിവസങ്ങളിൽ കുർബാനയും വഴിപാടുകളും പരിശുദ്ധ അമ്മയുടെ ആരാധനകളും നടക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാടിന്റെ മുക്കിലും മൂലയിൽ നിന്നും ഉത്സവത്തിന്റെ ആദ്യ ദിവസമായ കൊടിയേറ്റത്തിന് തന്നെ ലക്ഷക്കണക്കായ ഭക്തജനങ്ങൾ സമുദ്രം പോലെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേരുന്നു. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല 100 മൈൽ അകലെ നിന്നും പാദയാത്രയായി വരുന്ന ജനങ്ങളുടെ വിശ്വാസം പരിശുദ്ധ അമ്മയുടെ മേൽ അവർക്കുള്ള മഹത്തായ വിശ്വാസത്തിന്റെ മഹത്തായ അടയാളമാണ്. പ്രാർത്ഥന കൊണ്ടും നൊയമ്പ് കൊണ്ടും അവരുടെ നേർച്ചകളെ അമ്മയോട് സമർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ മെഴുകുതിരികൾ തെങ്ങും തൈക്കൽ നൽകിയും താലിഭാഗ്യം നിലനിൽക്കുവാനും പുതിയ വീട് പണിയുവാനും കുടുംബ നന്മയ്ക്ക് വേണ്ടിയും കുർബാന നേർന്നുകൊണ്ടും ഇതുപോലെ നമ്മുടെ സംസ്കാരത്തിന്റെ വഴിയിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കോടാനക്കോടി ജനങ്ങളുടെ പ്രാർത്ഥനകളെ വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഈ ഭൂമിയിൽ മെഴുകു പോലെ ഉരുകിത്തീരുന്ന അപേക്ഷകൾ ഒരുപാടാണ്. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾ പൂർത്തിയാകുമ്പോൾ ജനങ്ങൾ പരിശുദ്ധ അമ്മയോട് നന്ദി രേഖപ്പെടുത്തുന്നതും ഒരുപാടാണ്. നന്ദി സൂചകമായി തല മൊട്ടയടിക്കുക, കാത് കുത്തുക, നൊയമ്പെടുത്ത് ദാനം ചെയ്യുക എന്ന പലതരം വഴിപാടുകളെ വഴിപാടായി ചെയ്യുന്നു. ഉത്സവ ദിവസങ്ങളുടെ അവസാനമായി സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. അന്ന് അമ്മയുടെ സ്വരൂപം അലങ്കാരം ചെയ്ത് രഥഭവനി ലക്ഷങ്ങളോടൊപ്പം ആഘോഷിക്കുന്നത് ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന നിറമാർന്ന ഉത്സവമാകുന്നു.
ഭക്തി നിറഞ്ഞ ഈ ഉത്സവം വെറും ഒരു വിനോദ പരിപാടിയായി മാത്രമല്ലാതെ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യമാണ് അനുഭവപ്പെടുന്നത്. വിശ്വസിച്ച് വരുന്നവർക്ക് സമൃദ്ധി നൽകുന്ന ഈ ദേവാലയം ജാതി, മതം, ഭാഷ, നാട് എന്ന ഭേദമില്ലാതെ മനുഷ്യരാശിക്ക് കൃപ നിറഞ്ഞ അക്ഷയപാത്രമായാണ് കാണപ്പെടുന്നത്. ഭക്തജനങ്ങൾ അവരുടെ സങ്കടങ്ങളെയും കഷ്ടപ്പാടിനെയും പരിശുദ്ധ വ്യാകുല മാതാവിനോട് സമർപ്പിച്ച് അവരുടെ കഷ്ടപ്പാടിന്റെ പരിഭവങ്ങളെ ഇറക്കി വെച്ച് ആശ്വാസം അടയുന്ന സ്ഥലമാണ് വ്യാകുല മാതാവിന്റെ കുരിശടി. ഈ കുരിശടി മുഖ്യ ദേവാലയത്തിന്റെ മുൻവശത്താണ് പണിഞ്ഞിരിക്കുന്നത്. വേളാങ്കണ്ണി മാതാവിന്റെ അനുഗ്രഹം തേടി വരുന്ന തീർത്ഥാടകർ ഒറ്റയ്ക്ക് ഇരുന്ന് എவ்வித തടസ്സവും ഇല്ലാതെ പ്രാർത്ഥിക്കുവാനും കർത്താവിനോടൊപ്പം ബന്ധപ്പെടാനും നിശബ്ദമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുവാനും പണിഞ്ഞിട്ടുള്ളതാണ് ആരാധനാലയം.